അറ്റ്മോസ്ഫിയർ ഓഫ് പ്രിമിറ്റീവ് എർത്ത് പ്രിമിറ്റീവ് ടൈമിൽ ചുട്ടുപൊള്ളുന്ന ഒരു എർത്ത് ആയിരുന്നു. ദാറ്റ് ഈസ് ഹൈ ടെമ്പറേച്ചർ ആയിരുന്നു എർത്തിനുണ്ടായിരുന്നത്. ദെൻ ഗ്യാസസ് ഫോംസ് ആയിട്ടുള്ള ഹൈഡ്രജൻ, മീത്തേൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ സൾഫൈഡ്, അമോണിയ, വാട്ടർ വേപ്പർ, ഈ തരത്തിലുള്ള ഗ്യാസസ് ആയിരുന്നു എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ അബണ്ടൻ്റ്ലി കണ്ടുവരുന്നത്. അതോടൊപ്പം തന്നെ ഓക്സിജൻ്റെ അളവ് ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല. അതോടുകൂടിയാണ് ലൈഫ് പ്രിമിറ്റീവ് എർത്തിൽ ലൈഫ് ഇല്ല എന്ന് തന്നെ പ്രൂവ് ചെയ്തതിൻ്റെ ഒരു റീസൺ ഫ്രീ ഓക്സിജൻ ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല. ദെൻ ഈ ഒരു എർത്ത് ഭയങ്കര ഹൈ ടെമ്പറേച്ചർ ആയിരുന്ന എർത്ത് ഗ്രാജ്വലി കൂൾ ഡൗൺ ചെയ്തിട്ട് അവിടെ സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്ത് സ്റ്റീം കണ്ടൻസ് ചെയ്ത് റെയിൻഫോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രൊലോങ്ഡ് ആയിട്ടുള്ള റെയിൻഫോൾ സംഭവിച്ചു. സോ ഈ എർത്തിൻ്റെ ക്രസ്റ്റിൽ പല പല ഗ്രൂവ്സും കുഴികളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഗ്രൂവ്സിലേക്ക് ഈ റെയിൻഫോളിൽ ഈ വാട്ടർ കളക്ട് ചെയ്തിട്ട് നമ്പർ ഓഫ് ഇയേഴ്സിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള റെയിൻ ആയിരുന്നു ഫോൾ ചെയ്തിരുന്നത്. സോ അങ്ങനെ ഓഷ്യൻസ് ഫോം ചെയ്തു. ഈ ഓഷ്യൻസ് ഫോം ചെയ്യാൻ തന്നെ മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ ഈ പറഞ്ഞ ഈ ഒരു ഗ്യാസസ് ഈ ഒരു വാട്ടറിനോടൊക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ട് ഡിസോൾവ് ആയിട്ടാണ് ഓഷ്യൻസ് ഫോം ചെയ്തിരിക്കുന്നത്. ദെൻ ഇതിന് മേജറായിട്ട് ഒരു ലൈഫ് ഫോം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിനൊരു മേജർ സോഴ്സ് ഓഫ് എനർജിയുടെ ആവശ്യമുണ്ട്. മെയിൻ സോഴ്സ് ഓഫ് എനർജീസ് നമുക്ക് നോക്കാം. സൺലൈറ്റ്, ലൈറ്റ്നിങ്, അൾട്രാ വയലറ്റ് റേസ് ആൻഡ് വോൾക്കാനിക് ഇറപ്ഷൻ. ഇങ്ങനെയുള്ള സോഴ്സ് ഓഫ് എനർജിയിലൂടെയാണ് ലൈഫ് ഫോം ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ലൈഫ് ഫോം ചെയ്യാനുള്ള ഒരു റീസൺ. സോ ഈ ഒരു തണ്ടർ സ്റ്റോംസ്, ലൈറ്റ്നിങ്, സൺലൈറ്റ് ഇതൊക്കെ നാച്ചുറലി ക്രിയേറ്റഡ് ആവുന്ന സോഴ്സ് ഓഫ് എനർജീസ് ആണ്. ഈ ഒരു എനർജിയിൽ നിന്നാണ് സിമ്പിൾ ആയിട്ടുള്ള ബയോമോളിക്യൂൾസ് ഓഷ്യനിൽ ഫോം ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ സിമ്പിൾ ആയിട്ടുള്ള ബയോമോളിക്യൂൾസിൽ നിന്നും അവർ പല പല കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ വിധേയമായിട്ട് കോംപ്ലെക്സ് ആയിട്ടുള്ള ബയോമോളിക്യൂൾസ് ഫോം ചെയ്യാൻ റീസൺ ഉണ്ടായി. ദെൻ ഗ്രാജ്വലി ന്യൂക്ലിക് ആസിഡും ലിപ്പിഡ് ഷീത്തും. ന്യൂക്ലിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DNA, RNAs, അതായത് നമ്മളുടെ ജനറ്റിക് മെറ്റീരിയൽ ഉള്ള ഒരു ബയോമോളിക്യൂൾസ് ആണ് ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ലിപ്പിഡ് പറയുന്നത് കുറച്ച് ഫാറ്റി ആയിട്ടുള്ള ബയോമോളിക്യൂളാണ് ലിപ്പിഡ് എന്ന് പറയുക. സോ ഈ ന്യൂക്ലിക് ആസിഡ്, ലിപ്പിഡ് ഷീത്ത് ഇത് ആക്ച്വലി ഒരു കോംപ്ലെക്സ് ആയിട്ടുള്ള ഒരു മോളിക്യൂൾസിനെ സൂചിപ്പിക്കുന്നതാണ് ഈ ഒരു രണ്ട് ബയോമോളിക്യൂൾസ്. സോ ഈ ന്യൂക്ലിക് ആസിഡും ലിപ്പിഡ് ഷീത്തും ഫോം ചെയ്തു, വിച്ച് ഇസ് എ കോംപ്ലെക്സ് മോളിക്യൂൾ. സോ ഗ്രാജ്വലി പ്രിമിറ്റീവ് സെല്ല് ഫോം ചെയ്തു. പ്രിമിറ്റീവ് സെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിമിറ്റീവ് എർത്തിൽ ഉണ്ടായിരുന്ന സെല്ലിനെയാണ് പ്രിമിറ്റീവ് സെൽ എന്ന് പറയുക. അതായത് ഏറ്റവും സിംപ്ലർ ആയിട്ടുള്ള ഫോം വിച്ച് ഇസ് കേപ്പബിൾ ഓഫ് സെൽഫ് റെപ്ലിക്കേഷൻ. സെൽഫ് റെപ്ലിക്കേഷൻ മീൻസ് വിച്ച് ക്യാൻ കോപ്പി ദ സെൽ. ആ സെല്ലിന് മറ്റൊരു കോപ്പീസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സെല്ലിനെയാണ് സെൽഫ് റെപ്ലിക്കേഷൻ സെൽ എന്ന് പറയുക. സോ ഈ ഒരു പ്രിമിറ്റീവ് സെല്ലിന് അങ്ങനത്തെ ഒരു കേപ്പബിലിറ്റി ഉണ്ടായിരുന്നു. ദെൻ ഇതിനോട് ആസ്പദമാക്കിയിട്ട് പല പല സയൻറ്റിസ്റ്റും പല പല കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് ഫസ്റ്റ് ഓഫ് ഓൾ ഹെറോൾഡ് യൂറേ ആൻഡ് സ്റ്റാൻലി മില്ലർ ഹെറോൾഡ് യൂറേൻ്റെ അണ്ടറിൽ ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ രണ്ട് സയൻറ്റിസ്റ്റും കൂടിയാണ് സിമ്പിൾ ഗ്യാസസ് ആണ് ഒരു ബയോമോളിക്യൂൾസ് ക്രിയേറ്റ് ചെയ്യാൻ കാരണമെന്ന് ഈ രണ്ട് സയൻറ്റിസ്റ്റും കണ്ടെത്തിയിട്ടുണ്ട്. ഇനി അടുത്ത സയൻറ്റിസ്റ്റ് ആരെ നോക്കാം. സിഡ്നി ഫോക്സ് കണ്ടെത്തിയത് പ്രോട്ടീനിന് സിമിലർ ആയിട്ടുള്ള മോളിക്യൂൾസിനെ ഇവർ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്തു. അതായത് മനുഷ്യനിർമ്മിതമായിട്ട് പ്രോട്ടീനോട് സാമ്യതമായിട്ടുള്ള ഒരു മോളിക്യൂൾസിനെ ക്രിയേറ്റ് ചെയ്തു സിഡ്നി ഫോക്സ്. ദെൻ അടുത്ത സയൻറ്റിസ്റ്റ് ജുവാൻ ഓരോ അഡിനിന് സാമ്യതമായിട്ടുള്ള ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്തു. അഡിനിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഇസ് എ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ന്യൂക്ലിക് ആസിഡ് എന്താണെന്ന് പറഞ്ഞു. ന്യൂക്ലിക് ആസിഡ് പറഞ്ഞാൽ DNA ആൻഡ് RNA കണ്ടെയ്ൻ ചെയ്യുന്നത്, അതായത് ജനറ്റിക് മെറ്റീരിയൽ ഒരു ഓർഗാനിസത്തിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ കണ്ടെയ്ൻ ചെയ്യുന്നത് ഈ ഒരു ന്യൂക്ലിക് ആസിഡിൻ്റെ ഉള്ളിലാണ്. സോ ഈ ഒരു ന്യൂക്ലിക് ആസിഡിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് ആണ് അഡിനിൻ എന്ന് പറയുന്നത്. സോ അഡിനിന് സിമിലർ ആയിട്ടുള്ള ഒരു ബയോമോളിക്യൂൾസിനെ ആർട്ടിഫിഷ്യലി സിന്തസൈസ് ചെയ്തത് ജുവാൻ ഓരോ ആണ്.